എന്താണ് ഉളുഹിയ്യത്തിൻ്റെ ചരിത്രം? എന്തൊക്കെ ഉദ്ദേശങ്ങളാണ് ഉളുഹിയ്യത്ത് കൊണ്ട് പടച്ച റബ്ബ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഒന്നാമത്തത് ഉളുഹിയ്യത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഒരു ചര്യയാണ്. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. തനിക്ക് മക്കളില്ലാത്തപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ എന്ന് പറഞ്ഞു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ രക്ഷിതാക്കളും എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് സാലിഹീങ്ങളായ മക്കളാക്കണം, സാലിഹീങ്ങളായ മക്കളെ തരണം എന്നാണ്. മക്കളെ തരണമെന്ന് പ്രാർത്ഥിക്കരുത്, സ്വാലിഹീങ്ങളെ വേണ്ടതുള്ളൂ. സ്വാലിഹീങ്ങളായ മക്കളെ തരണമെന്നതും ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണമെന്ന് പറയാത്ത ഒരു രക്ഷിതാവിൻ്റെയും മക്കൾ സ്വാലിഹീങ്ങളാവില്ല. മക്കളോടുള്ള രക്ഷിതാവിൻ്റെ ഒന്നാമത്തെ ബാധ്യത മക്കൾക്ക് തിന്നാൻ കൊടുക്കലല്ല, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. ആ പ്രാർത്ഥനയിൽ ഒന്നാമത് സാലിഹീങ്ങളായ മക്കളാക്കണേ എന്നുള്ളതാണ്. പ്രവാചകന്മാർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സാലിഹീങ്ങളായ മക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, സാലിഹീങ്ങളിൽപ്പെട്ട ഒരാൾ എനിക്ക് നൽകണം. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, നാം സഹനശാലിയായ ഒരു മകനെ നൽകി. ഫലമ്മ ബലഗ മഅഹു സഅയ ഖാല യാ ബുനൈ, അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ കളിച്ച് ഒക്കെ ഒപ്പത്തിന് ഓടാനും നടക്കാനും ചാടാനൊക്കെ പ്രായമായ സമയത്ത് മകനോട് പറഞ്ഞു, ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക, നിന്നെ അറുക്കുന്നതായി ഞാൻ സ്വപ്നം കാണുന്നുണ്ട്, നിന്റെ അഭിപ്രായം എന്താണ്? ഫൻദുർ മാദാ തറ, നിന്റെ അഭിപ്രായം എന്താണ്? ഖാല യാ ബുനൈ, ഇനി ആ കാര്യങ്ങൾ പറഞ്ഞു. ഖാല യാ അബതി ഫഫ്അൽ മാ തുഅ്മർ, എന്താണോ നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ ചെയ്യാം. സതജിദുനി ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞാൻ മിനസ് സ്വാബിരീൻ, ക്ഷമാലുക്കളിൽപ്പെട്ടതായി നിങ്ങൾക്ക് കാണാം. ഞാൻ അതിൻ്റെ പേരിൽ യാതൊരു കുഴപ്പവും ഉണ്ടാക്കൂല. വാപ്പയുടെ ത്യാഗത്തിൻ്റെ ഇരട്ടിയാണ് മകനിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ത്യാഗത്തിൽ മൊത്തങ്ങൾ എടുത്ത് നോക്കിയാൽ ഏറ്റവും വലിയ ത്യാഗം ആരുതാണ്? ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെതാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നടന്ന സന്ദർഭം, ഫനാദൈന അൻ യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഅ്യ, നീ നിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇബ്രാഹിം നിനക്ക് നല്ല പ്രതിഫലമുണ്ട് എന്ന് അല്ലാഹു വിളിച്ചു പറഞ്ഞു.